കണ്ണൂരിൽ കെ സുധാകരൻ, കണ്ണൂരിൽ LDF-ന്റെ രാജനെ മറികടന്ന് ഇതാ കെ സുധാകരൻ. കാസർഗോഡ് ഇപ്പോഴും MV ബാലകൃഷ്ണൻ മാസ്റ്റർ മുമ്പിലാണ്. പത്തനംതിട്ടയിൽ UDF-ന്റെ ലീഡ്, ആന്റോ ആന്റണിയുടെ ലീഡ് 352 ഉയർന്നു. ഇനി പെട്ടെന്ന് കാര്യം നടക്കും. ഇത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള കൗണ്ട് ആണ്. നോക്കൂ, 1462 വോട്ടുകൾക്ക് ശശി തരൂർ ലീഡ് ചെയ്യുന്നു. അതായത് കൊല്ലത്തെ പ്രേമേന്ദ്രൻ വളരെ പെട്ടെന്ന് സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫോർത്ത് ഗിയറിലേക്ക് ഒരൊറ്റ പോക്ക് പോലെയുള്ള ഒരു ഫീലാണ്. 5000 കടന്നിരിക്കുന്നു. കർണാടകത്തിൽ DK സുരേഷ് ബാംഗ്ലൂർ റൂറലിൽ പിന്നിൽ 1029 വോട്ടിന് കഴിഞ്ഞ തവണ നേടിയ ഏക മണ്ഡലമായിരുന്നു കർണാടകത്തിലേത് DK സുരേഷിന്റേത്. അത് ഇപ്പോൾ പിന്നിൽ CK മഞ്ജുനാഥാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. ബാലറ്റുകളിലാണ് 1000-ൽ പരം 1029 വോട്ടിന് DK സുരേഷ് പിന്നിലാണ്. നോക്കൂ, തെലങ്കാനയിൽ BJP 5 കോൺഗ്രസ് 2 എന്നുള്ള നിലയിൽ തെലങ്കാനയിൽ എന്താണ് സംഭവിക്കുന്നത്? രേവന്ത് റെഡ്ഡിയുടെ ഹണിമൂൺ കാലത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJP അടിച്ചു കയറുകയാണോ? വലിയ സൂചനയാണ്. ബാരാമുള്ളയിൽ ഒമർ അബ്ദുള്ള ആദ്യഘട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. മഹാരാഷ്ട്രയിൽ NDA സഖ്യം 20, ഇന്ത്യ സഖ്യം 17. മഹാരാഷ്ട്രയിലും ഇന്ത്യ സഖ്യത്തിന് മെച്ചമാണ് സ്ഥിതി. ബീഹാറിൽ NDA സഖ്യം 26. മുർഷിദാബാദിൽ മുഹമ്മദ് സലീം ലീഡ് ചെയ്യുന്നു. വങ്കനാട്ടിലെ ചെങ്കൊടിയുടെ തിരിച്ചുവരവാണോ ഇത്? മുർഷിദാബാദിൽ മുഹമ്മദ് സലീം CPM സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിന്റെ ലീഡ്. കേരളത്തിലടക്കം ആവേശം അല്ലേ? തൃശ്ശൂരിൽ VS സുനിൽകുമാർ ലീഡ് ഉയർത്തുകയാണ്. 986 വോട്ടിന് ഇപ്പോൾ സുനിൽകുമാർ മുന്നിലാണ്. 986 വോട്ടുകൾക്ക്. അതായത് കൗണ്ടിംഗ് EVM-ലേക്ക് കടക്കുമ്പോഴും സുനിൽകുമാറിന്റെ ലീഡിന് ഇളക്കമില്ല. ഇതുവരെ ഒരു ഘട്ടത്തിലും VS സുനിൽകുമാർ തൃശ്ശൂരിൽ പിറകോട്ട് പോയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. 1000 ടച്ച് ചെയ്യണം. 986 എത്തി നിൽക്കുന്നു തൃശ്ശൂരിൽ VS സുനിൽകുമാറിന്റെ ലീഡ്. ശശി തരൂരിന്റെ തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ലീഡ് അല്പം കുറഞ്ഞിട്ടുണ്ട്. 1000-ങ്ങളിൽ നിന്ന് അത് 908-ലേക്ക് മാറിയിരിക്കുന്നു. 908 വോട്ടിനാണ് ഇപ്പോൾ ശശി തരൂർ മുന്നിൽ നിൽക്കുന്നത്. ആലത്തൂരും പാലക്കാടും ഇഞ്ചോടിഞ്ച് പോരാട്ടമുണ്ടോ? കെ രാധാകൃഷ്ണൻ ഓൺലി 12 വോട്ടുകളാണ് കെ രാധാകൃഷ്ണൻ സംസ്ഥാന. വടകരയിൽ 18 വോട്ടിനാണ് KK ശൈലജ ടീച്ചർ മുന്നിട്ട് നിൽക്കുന്നത്. ഇത്രയും വമ്പൻ പോരെ കേരളം എവിടെ കാണുമെന്ന ചോദ്യത്തിന് ഉത്തരമാണ് വടകര. കേരളത്തിന് മുഴുവൻ രാഷ്ട്രീയ ആകാംക്ഷ അവിടെയാണ്. 18 വോട്ടിന് KK ശൈലജ മുന്നിൽ. NDA 294, ഇന്ത്യ 168 എന്നുള്ളതാണ് ഇപ്പോഴത്തെ ടാലി. എക്സിറ്റ് പോളുകൾ പ്രവചിച്ച അത്രയും ഏകപക്ഷീയമല്ല പലയിടത്തും മത്സരം. ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യം വലിയ മത്സരം കാഴ്ചവെക്കുന്നു എന്നതിന്റെ വിവരങ്ങൾ വരികയാണ്.